ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിക്കുകയും പ്രമാണങ്ങളോട് കൂറുപുലർത്തി യഥാർത്ഥ മുവഹിദുകളായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു. ദുനിയാവ് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. സന്തോഷം മാത്രമായിട്ട് ആർക്കുണ്ടാവില്ല. എന്നും സന്തോഷിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലുമാർക്ക് പോലും അവസരം ഉണ്ടായിട്ടില്ല. പല വിഷയങ്ങളും അവരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മരണം വരുന്നതോടുകൂടി അവസ്ഥ മാറി. പിന്നെ സന്തോഷം മാത്രമേ ഉള്ളൂ സത്യവിശ്വാസികൾക്ക്. സത്യനിഷേധികൾക്ക് മറിച്ചുമാണ്. മരണം വരെ എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. സന്തോഷങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി മാറി വരും. മരിക്കുന്നവർ ഏറ്റവും അവസാനത്തെ പ്രയാസം മരിക്കുമ്പോഴുള്ള വേദനയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധാരണഗതിയിൽ ആർക്കും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, രണ്ടാളുടെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരിക്കുന്ന നേരത്ത് രണ്ടാൾ വേദനിക്കുന്ന വേദന ഉണ്ട്. അപ്പോൾ റസൂലിൻ്റെ താഴെ വിശ്വാസമുള്ള ഒരാൾക്ക് എത്ര ആളുടെ വേദന അനുഭവിക്കേണ്ടി വരും? ഇതാണ് ഒരു സത്യവിശ്വാസി അനുഭവിക്കുന്ന അവസാനത്തെ വേദന. പിന്നെ ആലമുൽ ബർസഖിൽ അവന് സന്തോഷമാണ്, ഭാഗ്യമാണ്. മഹ്ശറിലെത്തിയാൽ സന്തോഷമാണ്, സൗഭാഗ്യമാണ്. പരലോകത്തും സ്വർഗമാണ്, വിചാരണ എളുപ്പമാണ്. അപ്പോൾ സത്യവിശ്വാസികളുടെ പ്രയാസങ്ങളൊക്കെ മരണത്തോടുകൂടി അങ്ങ് തീരാണ്. സത്യനിഷേധികൾ, മുനാഫിക്കുകൾ, ഫാജിറുകൾ, അവരുടെ പ്രയാസങ്ങൾ മരണത്തോടെ ആരംഭിക്കുകയാണ്. രണ്ട് തരം ആളുകളായി മരണത്തോടെ മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് സഹാബുൽ മൈമന, രണ്ട് സഹാബുൽ മഷ്അമ. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, നരകത്തിലേക്ക് പോകുന്ന ആളുകൾ. സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ സന്തോഷപൂർണമായ മരണം വരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മഹാഭാഗ്യം നൽകുമാറാകട്ടെ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട്. ഇസ്രായേലി ജനതയിൽ ഒരാൾ 99 ആളെ കൊന്നു. എത്ര ആളെ? 99 ആളെ. ഫജഅല യസ്അലു ഹൽ ലഹു മിൻ തൗബ. അയാൾ പലരോടും ചോദിച്ച് നടക്കാൻ തുടങ്ങി, എനിക്ക് തൗബയുണ്ടോ? 99 ആളെ കൊന്നപ്പോഴാണ് കുറ്റബോധം ഉണ്ടായത്, റബ്ബിനോട് തൗബ ചെയ്യണമെന്ന ചിന്തയുണ്ടായത്. അയാൾ ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? അങ്ങനെ ഫഅതാ റാഹിബൻ, ഒരു പുരോഹിതൻ്റെ അരികിലേക്ക് ചെന്നു. ഫസഅലഹു ഫഖാല ലൈസത് ലക തൗബ. പുരോഹിതനോട് ചോദിച്ചു, എനിക്ക് തൗബ കിട്ടുമോ? ഞാൻ 99 ആളെ കൊന്നുള്ള, എനിക്ക് മാപ്പ് തരുമോ? അയാൾ പറഞ്ഞു, 99 ആളെ കൊന്ന് നിനക്ക് തൗബേ? ആ മുറിവൈദ്യനായ അല്ലെങ്കിൽ അല്പജ്ഞാനിയായ പുരോഹിതൻ പറഞ്ഞു,
ലൈസത്തിലൊക്കെ തൗബ, നിനക്കൊരിക്കലും ഇനി തൗബയില്ല. ഫഖത്തല റാഹിബ, അയാൾ ആ പുരോഹിതനെയും കൊന്നുകളഞ്ഞു. വീണ്ടും അയാൾ ചോദിക്കാൻ തുടങ്ങി, ഞാൻ 100 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടാകുമോ? അങ്ങനെ അയാൾ അവിടുന്ന് തൊട്ടടുത്ത നാട്ടിൽ സുമ്മ ഖറജ മിൻ ഖറിയത്തിൻ ഇലാ ഖറിയ ഫിഹാ ഖൗമുൻ സാലിഹൂൻ, പാപികളുടെ ആ നാട്ടിൽ നിന്ന് നന്മകൾ നിറഞ്ഞ ആളുകൾ ജീവിക്കുന്ന അടുത്ത നാട്ടിലേക്ക് അയാൾ പോയി. അവിടെയും അയാൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവിടെ വലിയ നല്ല അറിവുള്ള ഒരാൾ പറഞ്ഞു, തൗബയുണ്ട്, നീ എന്ത് ചെയ്യണം? ചീത്ത നാട്ടിൽ നിന്നും പോകണം, നല്ല മനുഷ്യരുടെ നാട്ടിൽ പോയി തൗബ ചെയ്യാം. അപ്പോൾ പിന്നെ വീണ്ടും നീ തെറ്റ് ആവർത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ അയാൾ നല്ല മനുഷ്യർ ജീവിക്കുന്ന അടുത്ത നാട്ടിലേക്ക് പോവാണ്. മനസ്സിലായില്ലേ? ഫലമ്മാ കാന ഫീ ബഅദി ത്വരീഖി അദ്റകഹുൽ മൗത്ത്, വഴിയിൽ വെച്ച് മരണം അയാളെ പിടികൂടി. അയാൾ മരിച്ചത് വഴിയിലാണ്. അയാൾ പോകുന്നത് അങ്ങോട്ടാണ് തൗബ ചെയ്യാൻ. നല്ല ആളുകൾ ജീവിക്കുന്ന അടുത്ത ഗ്രാമത്തിലേക്ക് പോവാണ്. ആ ഗ്രാമത്തിൽ അയാൾ എത്തിയില്ല, അതിന് മുമ്പ് അയാൾ മരിച്ചു. പക്ഷെ തൗബയെ അയാൾ ലക്ഷ്യം വെച്ചു, നിയ്യത്താക്കി, അള്ളാഹു ആ തൗബ സ്വീകരിച്ചു, നമുക്കറിയാം. അങ്ങനെ വഴിയിൽ അയാൾ മരിച്ചു. ഫഖ്തസമത് ഫീഹി മലായികത്തു റഹ്മ വ മലായികത്തുൽ അദാബ്, കാരുണ്യത്തിൻ്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും തമ്മിൽ തർക്കമുണ്ടായി. അവർ പറഞ്ഞു, അയാൾ 100 ആളെ കൊന്ന ആളാണ്, തെമ്മാടിയാണ്, തൗബ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളാണ് അയാളുടെ ആത്മാവ് ഏറ്റെടുക്കേണ്ടത്, അയാൾ നരകാവകാശിയാണ് എന്ന് മലായികത്തുൽ അദാബ് പറഞ്ഞു. പക്ഷേ മലായികത്തു റഹ്മ പറഞ്ഞു, അല്ല, അയാളുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത് മസ്ലഹത്തിന് വേണ്ടി വേറെ ഒരു കൂട്ടം മലക്കുകൾ വന്നു. അവർ പറഞ്ഞു, അളന്നു നോക്കാൻ ദൂരം, ഇയാൾ തൗബയുടെ നാട്ടിലേക്കുള്ള ദൂരമാണോ കൂടുതൽ, പുറപ്പെട്ട നാട്ടിലേക്കുള്ള ദൂരമാണോ കൂടുതൽ എന്ന് അളന്നു നോക്കുക. ഏതാണോ കുറവ് അതിന് നിങ്ങൾ മുഖവിലക്കെടുക്കുക. അവരളന്നു നോക്കിയപ്പോൾ തൗബ ചെയ്യാൻ ഉദ്ദേശിച്ച നാട്ടിലേക്ക് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. തെറ്റ് ചെയ്ത നാട്ടിൽ നിന്ന് അയാൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ആലങ്കാരികമായി കൂടി പരിഗണിക്കാം. അയാൾ തൗബയിലേക്ക് വളരെ അടുത്തിട്ടുണ്ട്. അയാളുടെ തൗബ സ്വീകരിക്കപ്പെട്ടതായി മസ്ലഹത്തിന് വന്ന മലക്കുകൾ അറിയിക്കുകയും സത്യവിശ്വാസികളുടെ ആത്മാവുകൾ പിടിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ മലായികത്തു റഹ്മ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിൽ നമുക്കെന്ത് മനസ്സിലായി? 2 തരം മരണമുണ്ട്. അതിലൊന്നാമത്തേത് സത്യവിശ്വാസികളുടെ മരണമാണ്. മലക്കുൽ മൗത്താണ് മരണം ഏൽപ്പിക്കപ്പെട്ട മലക്ക്. അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും നാമമുള്ളതായി നമുക്കറിയില്ല. ചില ആളുകൾ അസ്രായിൽ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഖുർആനിലോ സ്വഹിയായ ഹദീസുകളിലോ അങ്ങനെ പേരൊന്നുമില്ല. മലക്കുൽ മൗത്ത് തന്നെ പറയണം, അസ്രായിൽ എന്നാരും പറയരുത്. പറയലുണ്ടെങ്കിൽ അത് നിർത്തണം. അങ്ങനെ ഒരു മലക്കില്ല. മലക്കുൽ മൗത്താണ്. മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് മലക്കുൽ മൗത്താണ്. മലക്കുൽ മൗത്ത് വരും. ഒരാൾ മരിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ സ്ഥലത്ത് മലക്കുൽ മൗത്ത് എത്തും. മലക്കുൽ മൗത്ത് എത്തുന്നതിന് മുമ്പ് അയാൾ സ്വർഗാവകാശിയാണെങ്കിൽ കാരുണ്യത്തിൻ്റെ മലക്കുകളും, നരകാവകാശിയാണെങ്കിൽ അദാബിൻ്റെ മലക്കുകളും അവിടെ വന്നിറങ്ങും. സത്യവിശ്വാസികളുടെ മരണം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു സ്ഥലത്ത് മരിക്കണമെന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അയാൾക്ക് അവിടെ ഒരു ഏർപ്പാട് കൊടുക്കും. അയാൾ അവിടെ എത്തും, അവിടെ വെച്ച് മരിക്കും. മനസ്സിലായില്ലേ? ചില ആളുകൾ വിമാനം ഇറങ്ങി വന്ന് എയർപോർട്ടിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ഇവിടെ മരിക്കണം എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം. ചിലർ ഇവിടുന്ന് കയറിപ്പോയി അവിടെ എത്തിയിട്ടാണ് മരിക്കുന്നത്. പല സ്ഥലത്തും ഉണ്ടാവും. ഒരാൾ എവിടെ മരിക്കണമെന്ന് അള്ളാഹു നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ്. മരിക്കേണ്ട ആ സന്ദർഭം വന്നാൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് അയാൾ ആ സ്ഥലത്തെത്തും. അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് സമയത്താണ് മരണം. അതിന് മുമ്പ് ആരും മരിക്കില്ല. മരണം നീണ്ടുപോവുകയുമില്ല. ഇതെല്ലാവർക്കും അറിയണം. മരണത്തെപ്പറ്റി വല്ലാതെ ബേജാറായിട്ട് കാര്യമൊന്നുമില്ല. കൃത്യസമയത്ത് സത്യവിശ്വാസികൾ മരണത്തെക്കുറിച്ച് വെപ്രാളപ്പെടുന്നവർ അല്ല. അത് സത്യവിശ്വാസികൾ ഒരു പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു, വതർക്കൽ മുൻകറാത്ത്, മോശമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഹുബ്ബൽ മസാക്കീൻ, അഗതികളെ സ്നേഹിക്കുന്ന അവസ്ഥ എനിക്കുണ്ടാകണമെന്ന് നിന്നോട് ഞാൻ ചോദിക്കുന്നു. പിന്നെ പറയും വഅൻ തഗ്ഫിറ ലീ വതർഹമനി, നീ എനിക്ക് മഗ്ഫിറത്തും മർഹമത്തും തരണം, എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കണം, എന്നോട് കാരുണ്യം ചൊരിയണം, ഇത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നിട്ട് നബി പറയാണ് വൈദാ അറത്ത ഫിത്നതൻ ഫീ ഖൗമിൻ ഫതവഫനി ഗൈറ മഫ്തൂൻ, എനിക്ക് നീ വല്ല പരീക്ഷണവും ഒരു ജനതയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ പരീക്ഷിക്കപ്പെടാതെ എന്നെ നീ മരിപ്പിക്കണേ എന്ന് നബി ദുആ ചെയ്യാറുണ്ട്. ഫിത്നയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നാൽ, ആ ഫിത്ന നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുമെങ്കിൽ ആ ഫിത്നയിൽ പെടാതെ എന്നെ മരിപ്പിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. വഅസ്അലുക ഹുബ്ബക,
വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. ഞാൻ നിന്നോട് നിൻ്റെ സ്നേഹം ചോദിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കണം എന്നത് നിന്നോട് ഞാൻ ചോദിക്കുന്നു. നിന്നിലേക്ക് നിൻ്റെ സ്നേഹം ലഭിക്കാൻ കാരണമായ നിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ സ്നേഹിക്കാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഞാൻ ചെയ്യുന്ന അമലുകളൊക്കെ റബ്ബേ നീ ഇഷ്ടപ്പെടണം, നിൻ്റെ മഹബത്ത് കിട്ടാൻ കാരണമാകണം. നീ എന്നെ ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യാൻ വേണ്ടി നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. മരണത്തെക്കുറിച്ച് നബി പറഞ്ഞത് ഇന്നഹ ഹഖുൻ, തീർച്ചയായിട്ടും അതൊരു സത്യമാണ് എന്നാണ്. നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം, അത് മനസ്സിലാക്കണം. യഹൂദികളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ജുമുഅയിൽ, വലാ യതമന്നൗനഹു അബദ. അവർ ഒരിക്കലും മരണത്തെ മോഹിക്കുകയില്ല, ആഗ്രഹിക്കുകയില്ല. യഹൂദികൾക്ക് മരണത്തെ പേടിയാണ്, സത്യവിശ്വാസികൾക്ക് മരണത്തെ പേടിയില്ല. മലക്കുൽ മൗത്ത് വന്ന് വിളിച്ചാൽ സമയമായിട്ടില്ല എന്ന് ഒരു സത്യവിശ്വാസി പറയില്ല. കുറച്ചും കൂടി സമയം എന്താ, ഞാൻ സദഖ കൊടുക്കട്ടെ, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്നാര് പറയില്ല? സത്യവിശ്വാസി പറയില്ല. അത് മുനാഫിഖാണ് പറയുക. യഹൂദികൾ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയെങ്കിൽ മരണം ആഗ്രഹിക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയ ആണെന്നല്ലേ പറയുന്നത്, എങ്കിൽ ഫതമന്നൗൽ മൗത ഇൻ കുൻതും സാദിഖീൻ, സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക എന്ന് പറയും. പക്ഷേ വലാ യതമന്നൗനഹു അബദ, ഒരിക്കലും യഹൂദികൾ മരണത്തെ കൊതിക്കുകയില്ല. എന്താ കാരണം? ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ പ്രവർത്തിച്ച കാരണത്താൽ. അവർ പരലോകത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതം വിജയമാക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അവരുടെ കയ്യിൽ നന്മകളില്ല, സത്യവിശ്വാസമില്ല. അതുകൊണ്ടാണ് മരിക്കാൻ പേടി. എന്നാൽ വിശ്വാസത്തെക്കുറിച്ച് അവർക്കറിയാം. അറിവുണ്ടായിട്ടും ദുനിയാവിൻ്റെ താല്പര്യത്തിനു വേണ്ടിയും വംശവെറിയുടെ പേരിലും ഹറാമിൻ്റെ വഴിയിലൂടെയും പിഴച്ച മാർഗത്തിലൂടെയും സഞ്ചരിക്കുന്നവരാണ് യഹൂദികൾ. അവർ സത്യം അറിയാത്തത് കൊണ്ട് കളവ് സ്വീകരിച്ചവരല്ല, സത്യം അറിഞ്ഞിട്ടും അഹങ്കാരത്തിൻ്റെ പേരിലും അസൂയയുടെ പേരിലും സത്യത്തെ വലിച്ചെറിഞ്ഞവരാണ് യഹൂദികൾ. അതുകൊണ്ട് അവർ മരണം ആഗ്രഹിക്കില്ല, പേടിയാണ്. മനസ്സിലായില്ലേ? പൂർവികർ പറയാറുണ്ട്, മാ യക്റഹുൽ മൗത ഇല്ലാ മുരീബ്, പരലോകത്തെക്കുറിച്ച് സംശയിക്കുന്നവനല്ലാതെ മരണത്തെ വെറുക്കുകയില്ല. പരലോകം സത്യമാണെന്ന് ഉറപ്പുള്ളവൻ എന്തിനാ മരിക്കാൻ പേടിക്കുന്നത്? ഏത് പ്രായത്തിൽ മരിച്ചാലെന്താ, ഏത് സ്ഥലത്ത് മരിച്ചാലെന്താ, എങ്ങനെ മരിച്ചാലെന്താ? സത്യവിശ്വാസിയായിട്ട് മരിക്കണം. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഈ പച്ചയായി ജീവിതം കാണുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മരിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡുകളിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്നറിയുന്ന സത്യവിശ്വാസി ഒരു കാരണവശാലും മരണത്തെ ഭയപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അയാളുടെ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും ഒക്കെ ആ മരണത്തിൽ ദുഃഖിക്കുമ്പോഴും അയാൾ സന്തുഷ്ടനായിരിക്കും. മുഖപ്രസന്നതയോടുകൂടി മരിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുന്നതുകൊണ്ടാണ്. കാരണം എന്താണ്? നമ്മൾ തൗഹീദിലാണ്, നന്മയിലാണ്, അള്ളാഹു തൃപ്തിപ്പെടുന്ന ജീവിതത്തിലാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ വിവാഹം, നമ്മുടെ വ്യാപാരം, നമ്മുടെ ഇടപാടുകൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഇങ്ങനെ ക്രമീകരിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് മരണത്തെ ഒരിക്കലും നമ്മൾ ഭയപ്പെടുന്നില്ല. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ മരിക്കുന്നതിന് മുമ്പേ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിരിക്കും. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅ, ഏതൊരാൾ അള്ളാഹുവിനെ കാണണമെന്ന് ഇഷ്ടപ്പെടുന്നുവോ അവനെ കാണാൻ അള്ളാഹുവും ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅ, ഏതൊരാൾ അള്ളാഹുവിനെ കാണുന്നതിന് വെറുക്കുന്നുവോ അവനെ കാണുന്നത് അള്ളാഹുവിനും വെറുപ്പാണ്. ഖാലത്ത് ആയിഷ, അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അല്ലെങ്കിൽ ബഅദു അസ്വാജിഹി, നബിയുടെ പത്നിമാരിൽ ആരോ ചോദിച്ചു, ഇന്നാ ലനക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കൊക്കെ മരണത്തോടൊരു വെറുപ്പുണ്ട്, ഞങ്ങൾ ഇനിയും ജീവിക്കണം എന്നാണല്ലോ നബി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ കാണണമെന്ന് മരിക്കാൻ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ കാണാനും ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. പക്ഷേ ഞങ്ങളൊക്കെ മരിക്കാൻ വെറുക്കുന്നവരാണല്ലോ എന്ന് ആയിഷാബി ചോദിച്ചു. അപ്പം നബി പറയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ കദാലിക്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ കാലം ജീവിക്കണം എന്ന് എല്ലാ മനുഷ്യർക്കും ആഗ്രഹം ഉണ്ടാവും, മരിക്കാതിരിക്കണം എന്ന് ചിന്ത ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അസുഖം വരുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നത്, ഉടനെ ഹോസ്പിറ്റലിൽ പോകുന്നത്, പരിഹാര മാർഗ്ഗങ്ങൾ കാണുന്നത്, സുരക്ഷിതത്വത്തിൻ്റെ വഴികളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? മരിക്കാതിരിക്കാൻ വേണ്ടി. അത് തെറ്റല്ല, അത് മനുഷ്യപ്രകൃതത്തിലുള്ളതാണ്, അതല്ല ഉദ്ദേശിച്ചത്. മറിച്ച് വലാകിന്നൽ മുഅ്മിന ഇദാ ഹദറഹുൽ മൗത്ത്, ഒരു സത്യവിശ്വാസി അയാൾക്ക് മരണമാസന്നമായാൽ ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വ കറാമതിഹി, അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ആദരവും അയാൾക്ക് സന്തോഷമറിയിക്കപ്പെടും. ഫലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മാ അമാമ, മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ എന്താണോ ഉള്ളത് അതിനേക്കാൾ അവന് പ്രിയങ്കരമായി അന്നേരം മറ്റൊന്നും ഉണ്ടാവുകയില്ല. മരിക്കാൻ നേരത്ത് മരണശേഷം അവനെ കാത്തിരിക്കുന്നത് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഫഅഹബ്ബ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കാണാൻ അവൻ ആഗ്രഹിച്ചു. വഅഹബ്ബ അല്ലാഹു ലിഖാ, അള്ളാഹു അവനെ കണ്ടുമുട്ടാനും ആഗ്രഹിച്ചു. കാഫറാണെങ്കിൽ നേരെ തിരിച്ചാണ്. മരിക്കാൻ നേരത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നത്. മരണശേഷം അവൻ്റെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ അവൻ ഭയപ്പെടുന്ന വെറുക്കുന്ന കാര്യങ്ങളാണ്. ഖബർ ശിക്ഷയാണ്, നരകമാണ്. അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുവിനെ കാണുന്നത് വെറുപ്പാണ്. ഇവൻ പാപിയും കാഫറും ഫാജിറുമായതുകൊണ്ട് അവനെ കാണുന്നത് അള്ളാഹുവിനും വെറുപ്പാണ്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിലും ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും ഉദ്ധരിച്ച ഹദീസാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ഇദാ ഹുളിറൽ മുഅ്മിനു അതതുഹു മലായികത്തുർ റഹ്മതി ബിഹരീറത്തിൻ ബൈളാ. ഒരു സത്യവിശ്വാസി മരണാസന്നനായാൽ റഹ്മത്തിൻ്റെ മലക്കുകൾ വെളുത്ത പട്ടുപുടവയുമായി അവൻ്റെ അരികിലേക്ക് വരും. നമുക്കത് കാണാൻ കഴിയില്ല എന്നുള്ളൂ. സ്വർഗത്തിൽ നിന്നുള്ള പട്ടുപുടവയുമായിട്ടാണ് ആര് വരുന്നത്? സുഗന്ധം പരത്തുന്ന ഒരു പുടവയുമായി മലക്കുകൾ വരും. ഫയഖൂലൂൻ, എന്നിട്ട് അവർ പറയും, ഉഖ്റുജി റാളിയത്തൻ മർളിയ, നീ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ അവസ്ഥയിൽ, അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ നീ പുറപ്പെട്ടുകൊള്ളുക. മർളിയൻ അൻകി, നിന്നെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിനക്ക് അള്ളാഹുവിനെയും ഇഷ്ടമാണ്. ഇലാ റൗഹില്ലാഹി വ റൈഹാൻ, അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള ചൈതന്യത്തിലേക്കും സുഗന്ധത്തിലേക്കും നീ പുറപ്പെട്ടുകൊള്ളുക. റബ്ബി ഗൈരി ഗൾബാൻ, കോപമില്ലാത്ത റബ്ബിൻ്റെ അരികിലേക്ക് നീ പുറപ്പെടുക. റബ്ബിന് നിന്നോട് കോപമില്ല, കാരണം നീ മുവഹിദാണ്, നീ മുഅ്മിനാണ്. റബ്ബിന് നിന്നോട് തൃപ്തിയാണ്, അതുകൊണ്ട് നിന്നോട് കോപിക്കാത്ത റബ്ബിൻ്റെ അരികിലേക്ക് നീ പുറപ്പെടുക. ഫതഖ്റുജു കാത്തിയ ബിരീഹിൽ മിസ്ക്, കസ്തൂരിയുടെ സുഗന്ധം പോലെ അതിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കും. ഹത്താ ഇന്നഹു ലിയുനാവിലഹു ബഅ്ദുഹും ബഅ്ദ ഹത്താ യഅ്തു ബിഹി ബാബസ് സമാ, അങ്ങനെ അവനെ എന്താണ്, മലക്കുകൾ ആ ആത്മാവിനെ അവരിൽ ചിലർ സ്വീകരിക്കും, അവരിൽ നിന്ന് മറ്റു ചിലർ സ്വീകരിക്കും. അങ്ങനെ 7 ആകാശങ്ങളിലേക്കും ഈ ആത്മാവുമായി യാത്ര പോകുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ വുദിയത്തിൽ ജിനാസത്തു വഹ്തമലഹ റിജാലു അലാ അഅനാഖിഹിം, ജിനാസ എടുത്തു വെക്കപ്പെടുകയും ആളുകൾ മഖ്ബറകളിലേക്ക് അവരുടെ കഴുത്തുകളിൽ ആ ജിനാസ പേറുകയും ചെയ്താൽ, ഫൈൻ കാനത്ത് സാലിഹത്തൻ, സത്യവിശ്വാസിയുടെ ആത്മാവാണെങ്കിൽ, അല്ലെങ്കിൽ സത്യവിശ്വാസിയാണെങ്കിൽ, ഖാലത്ത്, ആ ആത്മാവ് പറയും, ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകും. നമ്മൾ മയ്യത്തെടുക്കുമ്പം മയ്യത്തെടുക്കുന്നവരോടും മയ്യത്തിൻ്റെ ആത്മാവ് പറയും, നിങ്ങളെന്നെ വേഗം കൊണ്ടുപോകൂ. മനസ്സിലായില്ലേ? മോശമായ ആത്മാവാണെങ്കിലും നിങ്ങൾ എന്നെ എങ്ങോട്ടാ നാശം എങ്ങോട്ടാ കൊണ്ടുപോകുന്നു? യാ വൈലഹ അതിന് യദ്ഹബൂന ബിഹ എന്ന് ചോദിക്കും. അങ്ങനെ വിലപിച്ച് മുനാഫിഖിൻ്റെ കാഫിറിൻ്റെ ആത്മാവ് വിലപിച്ച് കരയുന്നത് മനുഷ്യരല്ലാത്ത എല്ലാവരും കേൾക്കും. മനുഷ്യരത് കേട്ടാൽ വലൗ സമീഅഹു സൈഖ് എന്നാണ്, അവർ ബോധരഹിതരായി നിലംപതിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണത്തിന് ചില ലഹരികളുണ്ട്. ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് ലഹരികളുണ്ട്, അത് മരണവേദനയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോരുത്തരും മരണം രുചിക്കുക തന്നെ ചെയ്യും. മരണത്തിൻ്റെ രുചിയിൽ നിന്ന് കരകയറാൻ ഒരാൾക്കും സാധ്യമല്ല. അമ്പിയാക്കൾ കരകയറിയിട്ടില്ല, ഒരാൾ പോലും. മനസ്സിലായില്ലേ? വലിയ ആളുകൾ, വലിയ ഭരണാധികാരികൾ, ഒരാൾക്കും മരണരുചിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു അവസരം വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഒരു പുതിയ വഴി കണ്ടെത്തിയിട്ട് മരണത്തിൻ്റെ വേദനയൊക്കെ കുറയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കേണ്ട. ഈ ചില രോഗം കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ കോടതിയിൽ അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുക, ഹർജിയും കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഇത് മേഴ്സി കില്ലിങ്, വേദനയില്ലാത്ത മരണം. അതൊരു പൂതിയാണ്. വേദനയില്ലാത്ത മരണം ലോകത്ത് ആർക്കും വെച്ചിട്ടില്ല. കൊല്ലങ്ങളോളം കോമയിൽ കിടക്കുന്ന ഒരുത്തം മരണപ്പെട്ടാലും മരിക്കുന്ന ദിവസം അള്ളാഹുവിനെ വേദനിപ്പിച്ചിട്ടേ വിടുള്ളൂ. സത്യവിശ്വാസിയാണെങ്കിൽ പോലും അങ്ങനെയാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നക ലതുഅഖു വഅഖൻ ശദീദാ, ശക്തമായ വേദനയാണല്ലോ താങ്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഫാത്തിമ ബി റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ, നിങ്ങളുടെ വേദന ഞാൻ അറിയുന്നുണ്ട് ഉപ്പ, വാഖർ ബാബത്ത, എൻ്റെ ഉപ്പയുടെ വേദനയെ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. എന്നാൽ ഒരാൾ വേദനയിൽ പൊളഞ്ഞിട്ട് ആ വേദന കണ്ടിട്ട് ഫാത്തിമ ബിക്ക് മനസ്സിലാവാണ് ആ വേദന എത്ര ഉണ്ട്. എൻ്റെ വാപ്പാൻ്റെ വേദനയെ എന്ന് പറഞ്ഞ് കരയുകയാണ് ഫാത്തിമ ബീവി. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരത്തും മരിക്കാൻ നേരത്തും പഠിപ്പിച്ചു, മാമിൻ മുസ്ലിമിൻ യുസീബുഹു അവൻ ഒരു മുസ്ലിം ഒരു ദോഷം അവൻ അനുഭവിക്കുകയില്ല. എത്രത്തോളം?
ഒരു മുള്ള് അവനെ തറയ്ക്കുന്നതാണ്. അതാ ഷൗക്കത്തിൻ ഫമാ ഫൗഖഹ, കേവലം ഒരു സൂചി തറയ്ക്കുന്നതാണെങ്കിൽ പോലും, ഒരു മുള്ള് തറയ്ക്കുന്നതാണെങ്കിൽ പോലും, അതിന് മുകളിലുള്ള വേദനയാണെങ്കിലും ഇല്ലാ ഹത്തല്ലാഹു അസ്സ വജല്ല അൻഹു ഖത്തായ കമാ തഹത്തു ഷജറത്തു വഖറഹ. മരത്തിൻ്റെ ഇലകൾ വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോൾ താഴേക്ക് പൊഴിഞ്ഞു വീഴുന്നത് പോലെ, ഉതിർന്നു വീഴുന്നത് പോലെ, മരത്തിൻ്റെ ഉണങ്ങിയ ഇലകൾ ഒരു ചെറിയ കാറ്റടിച്ചാൽ താഴേക്ക് പൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും. ഇപ്പം മരണവേദന സഹിച്ചാലും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. മരണത്തിന് വേദന കുറച്ച് ശക്തമാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താ? അതുവരെ ബാക്കി കിടക്കുന്ന എല്ലാ പാപങ്ങളും അവിടെ ഉതിർന്നു വീണുന്ന. സത്യവിശ്വാസികൾക്കും ആ വേദന അള്ളാഹു വെച്ചിട്ടുണ്ട്. പക്ഷേ അവന് സന്തോഷമുള്ള വേദന അതോടുകൂടി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൂടി പറഞ്ഞു, മോളെ ഇന്നത്തേതിന് ശേഷം ഇനി വേദനയില്ല, ഇത് അവസാനത്തെ വേദനയാണ്, ഇനി അങ്ങോട്ട് സന്തോഷമാണ്. വാകർബ അബ എന്ന് പറയുമ്പോൾ ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ വാപ്പാക്ക് മോളെ വേദന ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സത്യവിശ്വാസികളുടെ അവസ്ഥ അതാണ്. മരിക്കുന്ന അന്നത്തോടുകൂടി അവരെ വേദന തീർന്നു. അങ്ങനെ സത്യവിശ്വാസിയായി വേദനയില്ലാത്ത ആലമുൽ ബർസഖിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ദീർഘമായൊരു ഹദീസ് അബൂദാവൂദിൻ്റെ സുനനിലും നസായിയുടെ സുനനിലും സുനനുകളിലെല്ലാം തന്നെ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാം. അദ്ദേഹം പറയാം, ഖറജ്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജിനാസതി റജുലിൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു യുവാവിൻ്റെ, ഒരു മനുഷ്യൻ്റെ ജനാസയിൽ നബിയോടൊപ്പം ഞങ്ങൾ പുറപ്പെട്ടു. ഫൻതഹൈനാ ഇലൽ ഖബർ, അങ്ങനെ ഞങ്ങൾ ഖബറിൻ്റെ അരികിലെത്തി. വലമ്മായുൽ ഹദ്, എന്നാൽ ഖബർ കുഴിച്ചിട്ടില്ല. ഹദ് എന്നാൽ മരുഭൂമിയിലെ ഖബർ നമ്മുടെ നാട്ടിൽ ഒരു താഴോട്ടല്ല, ചെരിച്ചിട്ടാണ് കുഴിക്കുക. ആദ്യം താഴോട്ടൊരു കുഴി, പിന്നെ ചെരിഞ്ഞിട്ടൊരു കുഴി, എന്നിട്ട് അതിലാണ് മയ്യത്ത് വെക്കുക. നമ്മൾ താഴെയല്ലേ വെക്കുക നമ്മുടെ നാട്ടിൽ. ഖബറാണ് അത്. ലഹദ് എന്നാണ് പറയാം. ലഹദ് വെച്ചിട്ടില്ല, കുഴിച്ചിട്ടില്ല, അദ്ദേഹത്തെ മറമാടിയിട്ടില്ല. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജലസ്നാ ഹൗലഹു, ഖബർസ്ഥാനിൽ നബി ഇരുന്നു, ഞങ്ങളെല്ലാം നബിക്ക് ചുറ്റുമിരുന്നു. വകഅന്ന അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലയിൽ കിളി ഇരിക്കുന്നത് പോലെയുണ്ടെന്നാണ്. ഒരു കിളി തലയിലിരുന്ന് പറന്നു പോകാതിരിക്കാൻ ഇങ്ങനെ ഇരിക്കൂലേ, അത്ര ശ്രദ്ധയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഖബർസ്ഥാനിൽ. വഫീ യദിഹി ഊദുൻ യൻകുതു ഫിൽ അർള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു കൊള്ളിയുണ്ട്. ആ കൊള്ളി കൊണ്ട് അദ്ദേഹം നിലത്തിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫറഫഅ റസൂലുള്ളാഹി, നബി തല ഉയർത്തി. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവോട് രക്ഷ ചോദിക്കണം. മറത്തൈനി ഔ സലാസൻ, 2 or 3 വട്ടം നബി പറഞ്ഞു, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവോട് രക്ഷ ചോദിക്കുക. സുമ്മഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവിശ്വാസിയുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഇന്നൽ അബ്ദൽ മുഅ്മിൻ, തീർച്ചയായും സത്യവിശ്വാസിയായ ഒരു അടിമ, ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, അവൻ ദുനിയാവിൽ നിന്ന് പിരിയുകയും പരലോകത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന സമയം, നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശത്ത് നിന്നൊരു സംഘം മലക്കുകൾ വന്നിറങ്ങും. നേരത്തെ നമ്മൾ ഹദീസിൽ വായിച്ചു, മലായികത്തു റഹ്മ, കാരുണ്യത്തിൻ്റെ മലക്കുകൾ. 99 ആളെ കൊന്ന കഥ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു കാരുണ്യത്തിൻ്റെ മലക്കുകൾ. ഒരു സംഘം കാരുണ്യത്തിൻ്റെ മലക്കുകൾ വന്നിറങ്ങും. നിങ്ങൾക്കറിയാമോ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ നേതാവാണ്. അദ്ദേഹം മരണമടഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അർശ് കിടുങ്ങി. അദ്ദേഹത്തിൻ്റെ മരണം കാരണമായി ആ ദിവസം അർശ് കുലുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നസല ഇലൈഹി 70,000 മലക്കിൻ, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു എന്നാണ്. റഹ്മത്തിൻ്റെ എത്ര മലക്കുകൾ വന്നു? സഅദ് ബിൻ മുആദ് മരണ ദിവസം 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. ഈമാൻ അനുസരിച്ച് മലക്കുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞിരിക്കും. റഹ്മത്തിൻ്റെ ചിലർക്ക് കുറച്ച് മലക്കേ ഉണ്ടാവുള്ളൂ, കുറച്ച് നന്മകളേ ഉണ്ടാവുള്ളൂ. കൂടുതൽ നന്മകളുടെ അരികിലേക്ക് കൂടുതൽ മലക്കുകൾ വന്നിറങ്ങും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസി ദുനിയാവിൽ നിന്ന് പിരിയുകയും പരലോകത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുമ്പോൾ, നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശത്തു നിന്ന് ഒരു കൂട്ടം മലക്കുകൾ വന്നിറങ്ങും. ബീളുൽ വുജൂഹ്, വെളുത്ത മുഖമുള്ള. നമ്മൾ സത്യവിശ്വാസിയായിട്ട് മരിക്കുകയാണെങ്കിൽ നല്ല വെളുത്ത മുഖം. വെളുത്ത മുഖം എന്ന് പറഞ്ഞാൽ അതുപോലൊരു മുഖം ദുനിയാവിൽ എവിടെയും കാണാൻ പറ്റില്ല, അത്ര സുന്ദരമായ മുഖമായിരിക്കും. അതീവ സുന്ദരന്മാരായ മലക്കുകൾ. കഅന്ന വുജൂഹഹുമു ശംസ്, അവരുടെ മുഖങ്ങൾ സൂര്യസമാനമാണ്. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫൻ പുടവയിൽപ്പെട്ട ഒരു കഫൻ പുടവ ആ മലക്കുകളുടെ കൂടെയുണ്ട്. നേരത്തെ പറഞ്ഞല്ലേ പട്ടിൻ്റെ കഫൻ പുടവ കൊണ്ടുവരും, നേരത്തെ ഹദീസിൽ വായിച്ചില്ലേ.
വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധദ്രവ്യത്തിൻ്റെ ഡപ്പികളിൽപ്പെട്ട ഒരു ഡപ്പി അവരുടെ കയ്യിലുണ്ട്. സ്വർഗത്തിലെ സൗരഭ്യം അത് ഇതിൽ പൂശും. ആ സൗരഭ്യം ആസ്വദിക്കാനുള്ള ഘ്രാണശക്തി നമുക്കൊന്നുമില്ല. അല്ലെങ്കിൽ സത്യവിശ്വാസി മരിക്കുമ്പം അവിടെ പൂശുന്ന ആ കഫൻ പുടവയിൽ പൂശുന്ന ആ സുഗന്ധം നമ്മളൊക്കെ ആസ്വദിപ്പിക്കുമായിരുന്നു. അത്രയും ഹൃദ്യമാണ്. അത് ആസ്വദിക്കുന്നതിനും അപ്പുറത്താണ്. നമുക്ക് അതിനുള്ള ഘ്രാണശക്തി അള്ളാഹു തന്നിട്ടില്ല എന്നുള്ളതാണ്. ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദൽ ബസർ. ഇന്നൊരാൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ കാഴ്ച എവിടെയാണോ മദ്ദൽ ബസർ, അദ്ദേഹത്തിൻ്റെ കണ്ണ് നീട്ടിയിടുന്നിടത്തേക്ക്, കാഴ്ച എത്തിയിടത്തേക്ക് ആ മലക്കുകൾ വന്നിരിക്കും. മരിക്കാൻ നേരത്തെ ഒരാൾ എവിടെയാണ് നോക്കുന്നത് അവിടെയാണ് മലക്കുകൾ. വലത്തോട്ട് നോക്കിയാൽ വലത്തുണ്ടാകും, ഇടത്തോട്ട് നോക്കിയാൽ ഇടത്തുണ്ട്. ഈ മലക്കുകൾ അയാൾ നോക്കുന്നിടത്തൊക്കെ ഈ മലക്കുകൾ. ഇനി മരണം വരികയാണ്. അയാൾ ആത്മാവ് പിടിച്ചെടുത്തിട്ടില്ല, ഇപ്പോൾ അയാൾ ദുനിയാവിലാണ് ഉള്ളത്. പക്ഷേ മലക്കുകളെ അയാൾ കണ്ടു. ഇനി മലക്കുകളെ കൂടുതൽ തെളിഞ്ഞു കാണുകയും ദുനിയാവിലുള്ള കാഴ്ചകൾ മറഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ അയാൾ ദുനിയാവ് വിട്ട് പരലോകത്തേക്ക് പുറപ്പെടുകയാണ്. ആലമുൽ ബർസഖ്, ആ രംഗമാണ് നടക്കുന്നത്. മരിക്കാൻ നേരത്ത് മലക്കുകൾ അയാളുടെ കണ്ണിൽ തെളിഞ്ഞുകൊണ്ടിരിക്കും. തൊട്ടടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാകും, മാതാപിതാക്കളോ മക്കളോ ഭാര്യമാരോ ഒക്കെ അടുത്തുണ്ടാകും. അവരൊക്കെ അയാളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ മറയാൻ തുടങ്ങും. കാരണം അയാൾ മരിക്കാൻ പോവല്ലേ. ഇനി മലക്കുകൾ അയാളുടെ കണ്ണിൽ ശരിക്കും തെളിയും. ഓരോ മലക്കിനെയും മരിക്കുന്ന സമയത്ത് അയാൾ കാണും. അതിസുന്ദരന്മാരായ മലക്കുകൾ, ബീദുൽ വുജൂഹ് ഹസനു സിയാബ്, നല്ല വസ്ത്രങ്ങൾ ധരിച്ച വെളുത്ത മുഖമുള്ള, സൂര്യസമാനമായ മുഖമുള്ള, സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖമുള്ള മലക്കുകളെ അവർ കാണും. മനസ്സിലായില്ലേ? സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, പിന്നീടാണ് മലക്കുൽ മൗത്ത് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു സംഘം റഹ്മത്തിൻ്റെ മലക്കുകൾ വരും. ആ മലക്കുകൾ അവനെ സന്തോഷിപ്പിക്കും. ആ മലക്കുകൾ കണ്ടാൽ അവനറിയാം ഞാൻ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളാണ്. മാത്രമല്ല, സ്വർഗത്തിലെത്തിയാൽ അല്ലെങ്കിൽ ഖബറിലെത്തിയാൽ അവന് അള്ളാഹു ഒരുക്കുന്ന സ്വർഗീയമായ വിഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ കാണിച്ചു കൊടുക്കും. സ്വർഗത്തിൽ അവൻ്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. ഖബറിൽ അവന് വിശാലമായ സ്വർഗത്തിൻ്റെ വിരികൾ വിരിച്ചു കൊടുക്കുന്നത് ഈ മലക്കുകൾ അവന് കാണിച്ചു കൊടുക്കും. നിനക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഇരിപ്പിടം ഇതാണ് എന്ന് മരിക്കുന്നതിന് മുമ്പ്, അവൻ്റെ ആത്മാവ് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് മലക്കുകൾ അവനെ അറിയിക്കും. നമ്മളൊക്കെ സങ്കടത്തിലായിരിക്കും. ആൾ മരിക്കാൻ പോവല്ലേ, പക്ഷേ അയാൾ സന്തോഷത്തിലാണ്. അയാൾക്കെന്താ സന്തോഷം? സ്വർഗമാണ്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് അയാൾ നമ്മളെ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുന്നത്. അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, പിന്നീട് മലക്കുൽ മൗത്ത് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, അവൻ്റെ തലയുടെ ഭാഗത്ത് വന്നിരിക്കും. ഫയഖൂൽ, എന്നിട്ട് പറയും, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലയോ വിശിഷ്ടമായ ആത്മാവേ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അള്ളാഹുവിൻ്റെ റിദ്വാനിലേക്കും നീ പുറപ്പെട്ടോളൂ എന്ന് പറയും. മലക്കുൽ മൗത്ത് വന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുകയുള്ളൂ. സത്യവിശ്വാസികളുടെ മരണം എങ്ങനെയാണെന്നറിയോ? അടുത്തു വരും. ആ മലക്കുകളെ, കാരുണ്യത്തിൻ്റെ മലക്കുകളെ ഖുർആൻ വിശേഷിപ്പിച്ചത് സാബിഹാത്ത് എന്ന. ഖുർആനിൽ വന്നാസിയാത്തി ഗറഖാ വന്നാശിത്വാത്തി നശ്ത്വാ വസ്സാബിഹാത്തി സബ്ഹ. ഇതിൽ നാസിയാത്ത് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ ആത്മാവ് പിടിക്കുന്ന മലക്കുകളെക്കുറിച്ച് നമുക്ക് അടുത്ത സന്ദർഭത്തിൽ വിശദീകരിക്കാം. രണ്ടാമത് പറഞ്ഞ നാശിത്വാത്ത്, അതാണ് സത്യവിശ്വാസികളുടെ ആത്മാവ് പിടിക്കുന്ന മലക്കുകളുടെ പേര്, നാശിത്വാത്ത്. വന്നാശിത്വാത്തി നശ്ത്വാ, സാബിഹാത്തല്ല, നാശിത്വാത്ത്. വന്നാശിത്വാത്തി നശ്ത്വാ, ഉന്മേഷമുള്ള മലക്കുകൾ, നാശിത്വാത്ത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു കെട്ടഴിച്ചു വിട്ടാൽ പുറത്തേക്ക് വരുന്ന, ലളിതമായി വളരെ ലളിതമായി സഞ്ചരിക്കുന്ന മലക്കുകൾ, നാശിത്വാത്ത്. സാബിഹാത്താണ് കുതിച്ചു പായുന്നതാണ്. ഈ ആത്മാവും എടുത്താൽ ഈ മലക്കുകൾ ആകാശത്തേക്ക് കുതിച്ചു പായും. വസ്സാബിഖാത്തി സബ്ഖ, അതിവേഗതയിൽ അവർ സഞ്ചരിക്കും. അങ്ങനെയുള്ള മലക്കുകൾ. ഫൽ മുദബ്ബിറാത്തി അംറ, ഏൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കും. ഇതൊക്കെ മരണവുമായി ബന്ധപ്പെട്ട മലക്കുകളെക്കുറിച്ചാണ്. വന്നാസിയാത്തി ഗറഖ വന്നാശിത്വാത്തി നശ്ത്വാ വസ്സാബിഹാത്തി സബ്ഹ ഫസ്സാബിഖാത്തി സബ്ഖ ഫൽ മുദബ്ബിറാത്തി അംറ. ഈ 5 ആയത്തുകൾ സത്യവിശ്വാസികളുടെ ആത്മാവ് പിടിച്ചെടുക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള റഹ്മത്തിൻ്റെ മലക്കുകളെയാണ് സാബിഹാത്ത് നാശിത്വാത്ത് എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് കെട്ടഴിച്ചു വിടുന്നത് പോലെ ആത്മാവിന് ഒരു കന്നുകാലി, ഒരു പശുവിനെ നമ്മൾ കെട്ടിയിട്ടാൽ ആ കെട്ട് നമ്മളിങ്ങനെ അഴിച്ചാൽ അതങ്ങ് നടന്നു പോകും. അത്ര എളുപ്പത്തിലാണ് സത്യവിശ്വാസിയുടെ മരണം. പിടിച്ചു പറിക്കേണ്ട. അങ്ങനെ കെട്ടഴിച്ചു വിടുന്നത് പോലെ ആത്മാവിനെ അഴിച്ചുവിടുന്ന മലക്കുകളാണ് സത്യം എന്നാണ് വന്നാശിത്വാത്തി നശ്ത്വാ എന്ന് പറഞ്ഞാൽ. സത്യവിശ്വാസികളുടെ ആത്മാവ് അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരി യുവാവിൻ്റെ ആ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് ആ ഖബർസ്ഥാനിൽ വെച്ച് പറയുകയാണ്, അങ്ങനെ മലക്കുൽ മൗത്ത് വന്ന് വിളിക്കും, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും തൃപ്തിയിലേക്കും പുറപ്പെടുക. ഖാല, എന്നിട്ട് ബർറാ പറയുകയാണ്, ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്രതു മിൻ ഫിയ്യി സഖാ, കുടിവെള്ളപ്പാത്രത്തിൻ്റെ വായ്ഭാഗത്ത് നിന്നും വെള്ളത്തുള്ളികൾ ഒഴുകി വരുന്നത് പോലെ ആത്മാവ് ഒഴുകി വരും. ഒരു കൂജ, വെള്ളപ്പാത്രം, ഒരു ഗ്ലാസ്, ആ വെള്ളം ഇങ്ങനെ ചരിച്ചാൽ അതിനകത്തുള്ള വെള്ളം പുറത്തേക്ക് വീഴുമല്ലോ. മലക്കുൽ മൗത്ത് വിളിച്ചാൽ നമ്മുടെ ഉള്ളിൽ എവിടെയാണോ ആത്മാവ് എവിടെയാണെന്ന് ലോകത്ത് ആർക്കും അറിയില്ല, അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ല. അത് അള്ളാഹ്ക്ക് മാത്രം. ഖുൽ റൂഹു മിൻ അംരി റബ്ബി, റൂഹിൻ്റെ കാര്യം റബ്ബിന് മാത്രമേ അറിയാം. അത് ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ പറ്റിയതല്ല, പ്രമാണങ്ങളിൽ വന്നിട്ടുമില്ല. ആത്മാവ് എവിടെയാണോ അത് അവിടെ നിന്ന് ഒഴുകി വരും. ഒരു ഗ്ലാസ് ചരിച്ചു വെച്ചാൽ വെള്ളം ഒഴുകി വരുന്നത് പോലെ ആ ആത്മാവ് ഒഴുകി വരും. കമാ തസീലുൽ ഖത്രതു മിൻ ഫിയ്യി സഖാ, കുടിവെള്ളപ്പാത്രത്തിൻ്റെ വായ്ഭാഗത്തുകൂടെ വെള്ളം ഒഴുകി വരുന്നത് പോലെ ആ ആത്മാവ് മലക്കുൽ മൗത്തിൻ്റെ വിളി കേട്ട് ഒഴുകി വരും. ഫയഉഖുദുഹാ, മലക്കുൽ മൗത്ത് അതിനെ പിടിക്കും. ഫൈദാ അഖദഹാ, ആ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ ലം യദഉഹാ ഫി യദിഹി തർഫത ഐൻ, കണ്ണിമ ചിമ്മി തുറക്കുന്ന സമയം പോലും തൻ്റെ കയ്യിൽ മലക്കുൽ മൗത്ത് അതിനെ വെക്കുകയില്ല. അപ്പോഴേക്കും എന്ത് ചെയ്യും? അതിനെ ഹത്താ യഖുദുഹാ, അതിനെ പിടിക്കും. ഫയജഅലുഹാ ഫീ ദാലിക്കൽ കഫൻ, ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടിൻ്റെ കഫൻ പുടവയിലേക്ക് അതിനെ വെക്കും. വഫീ ദാലിക്കൽ ഹനൂത്ത്, ആ സുഗന്ധത്തിലേക്കും. വയഖ്റുജു മിൻഹാ കാത്തിയ ബിനഫഅത്തി മിസ്കിൻ, കസ്തൂരിയുടെ സൗരഭ്യത്തെക്കാൾ വിശിഷ്ടമായ ഒരു സൗരഭ്യം പുറത്തേക്ക് വമിച്ചു കൊണ്ടിരിക്കും. വുജ്ദത് അലാ വജ്ഹിൽ അർള്, ഭൂമുഖത്താകമാനം ആ സൗരഭ്യം പരക്കുന്നുണ്ടായിരിക്കും. ഖാല, അദ്ദേഹം പറയുകയാണ്, ഫയസ്അദൂന ബിഹാ, ആ മലക്കുകൾ ഈ ആത്മാവുമായി കയറിപ്പോകും. ഫലാ യമുറൂൻ, അവർ കടന്നു പോവുകയില്ല. ബിഹാ, ആത്മാവുമായി, അലാ മലഇൻ മിനൽ മലായിക, ഒരു മലക്കുകളുടെ സഭയിലൂടെയും. ഇല്ലാ ഖാലു, അവർ പ്രാർത്ഥിക്കാതെ. അവർ മലക്കുകളുടെ സഭയിലൂടെ കടന്നു പോവുകയില്ല പ്രാർത്ഥിക്കാതെ എന്ന് പറഞ്ഞാൽ ഏതൊരു മലക്കിൻ്റെ സഭയിലൂടെ കടന്നു പോകുമ്പോഴും അവർ പ്രാർത്ഥിക്കും. ഏതായി മലക്കിൻ്റെ സഭ? ദുനിയാവിൽ നിന്ന് പിടിച്ചെടുത്ത ആത്മാവുമായി ഒന്നാം ആകാശത്തേക്ക് ഇവർ ഉയർന്നു പോകുമ്പോൾ ആ പോകുന്ന വഴിയിലൊക്കെ അനേകം മലക്കുകളുണ്ട്. കൂട്ടായി നിൽക്കുന്ന മലക്കുകൾ, ഇബാദത്തിലായിട്ടുള്ള മലക്കുകൾ. ആ മലക്കുകളുടെ അരികിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇല്ലാ ഖാലു, അവർ പറയാതിരിക്കില്ല, അവർ ചോദിക്കാതിരിക്കില്ല, മാഹാദ റൂഹു ത്വയ്യിബ്, ഈ വിശിഷ്ടമായ ആത്മാവ് ഏതാണ്? ഫയഖൂലൂൻ, അപ്പോൾ കൊണ്ടുപോകുന്ന മലക്കുകൾ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, എന്നയാളുടെ മകൻ, എന്നയാൾ. മക്കൾക്ക് നല്ല പേരിടണം. കാരണം പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ പറയാനുള്ള പേരാണ്, അർത്ഥമുള്ള പേരിടണം. ഫേഷൻ മാത്രം നോക്കിയാൽ പോരാ, അർത്ഥമുള്ള നല്ല പേരിടണം. ഫുലാൻ ഇബ്നു ഫുലാൻ, എന്നയാളുടെ മകൻ, എന്നയാൾ. ബി അഹ്സനി അസ്മാഇഹി, അവൻ്റെ നാമങ്ങളിൽ ഏറ്റവും മികച്ച നാമം അവിടെ പറയപ്പെടും. അല്ലത്തി കാനു യുസമ്മൂനഹു ബിഹാ ഫി ദുനിയ, ദുനിയാവിൽ അവനെ വിളിച്ചിരുന്ന ആ പേര് അവിടെ പറഞ്ഞു കൊടുക്കും. ഹത്താ യൻതഹു ബിഹാ ഇല സമാഇ ദുനിയ, അങ്ങനെ ഒന്നാം ആകാശത്തേക്ക് അവൻ എത്തിച്ചേരും. ഫയസ്തഫ്തിഹൂന ലഹു, ആ മലക്കുകൾ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. ഫയുഫ്തഹു ലഹും, അവന് വേണ്ടി വാതിൽ തുറക്കപ്പെടും. അങ്ങനെ ഒന്നാം ആകാശത്തിൻ്റെ വാതിൽ തുറന്നാൽ ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബുഹാ ഇല സമാഇ ലത്തി തലിഹാ, എല്ലാ ഓരോ ആകാശത്തു നിന്നും അവിടെ നിന്ന് പുതിയ ഒരു സംഘം മലക്കുകൾ അടുത്ത ആകാശം വരെ അവനെ അനുധാവനം ചെയ്യും. നമ്മുടെ നാട്ടിലൊരു പ്രധാനമന്ത്രിക്കോ ഒരു പ്രസിഡന്റിനോ ഒരു നേതാവിനോ കിട്ടാത്ത സ്വീകരണമാണ് സാധാരണക്കാരനായ മുവഹിദ് മരിച്ചാൽ പരലോകത്തേക്ക്. അയാളെ സ്വീകരണത്തിന് ഇത്രയും മലക്കുകൾ വന്നത്, ആയിരക്കണക്കിന് മലക്കുകൾ വന്നു. ഒന്നാം ആകാശത്തെ അവിടുന്ന് പുതിയൊരു സംഘം മലക്കുകൾ എസ്കോർട്ട് വരും. അവർ രണ്ടാം ആകാശം വരെ ഉണ്ടാവുള്ളൂ, അവിടുന്ന് അവർ നിർത്തും. രണ്ടാം ആകാശത്തിൻ്റെ വാതിൽ തുറന്നാൽ അവിടെ നിന്ന് മൂന്നാം ആകാശം വരെ പുതിയൊരു കൂട്ടം മലക്കുകൾ, അവിടുന്ന് 4, അങ്ങനെ 7 ആകാശം വരെയും ആദ്യം വന്നവർ അവസാനം വരെ ഉണ്ടാവും. മലക്കുൽ മൗത്തിൻ്റെ കൂടെ വന്നല്ലോ റഹ്മത്തിൻ്റെ മലക്കുകൾ, അവരവസാനം വരെ ഉണ്ടാകും. അങ്ങനെ ഇവനെ സ്വീകരിച്ച് 7 ആകാശങ്ങളുടെ അപ്പുറത്തേക്കും എത്തും. അത്രമാത്രം. അങ്ങനെ 7-ാം ആകാശത്ത് എത്തുന്നതുവരെ മലക്കുകൾ ഓരോ ആകാശത്തും അവനെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കും. ഫയഖൂലുല്ലാഹു, അള്ളാഹു പറയും, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ വഅഈദൂഹു ഇലൽ അർള്, അവൻ്റെ പേര് ഇല്ലിയൂനിൽ എഴുതി വെക്കുക, അവനെ ഭൂമിയിലേക്ക് മടക്കുക. 7-ാം ആകാശത്തിലെത്തിയാൽ സത്യവിശ്വാസികളുടെ പേര് എഴുതി വെക്കുന്ന ഒരു രേഖയുണ്ട്. കാഫറിൻ്റെയും മുനാഫിഖിൻ്റെയും ആത്മാവൊന്നും ഇങ്ങോട്ട് പോവില്ല. അതെന്താണ് നമുക്ക് പിന്നീട് പറയാം. സത്യവിശ്വാസിയുടെ ആത്മാവ് മാത്രമാണ് 7 ആകാശത്തിനപ്പുറത്ത്. ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ, പുണ്യവാന്മാരുടെ രേഖ എവിടെയാണ്?
ഇല്ലിയൂനിലാണ്. ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ ആ പേരുകൾ എഴുതി വെക്കുന്ന സ്ഥലവും സത്യവിശ്വാസികളുടെ ആത്മാവുകൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലവും ഇത് ഇല്ലിയൂൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഇല്ലിയൂനിൽ ഇവൻ്റെ പേരെഴുതി വെക്കാൻ അള്ളാഹു കൽപ്പിക്കും. എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് മടക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇല്ലിയൂനിൽ പേര് രേഖപ്പെടുത്തപ്പെടുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പാപമോചനം ലഭിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫഊസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സത്യവിശ്വാസിയുടെ ആത്മാവുമായി മലക്കുകൾ ഏഴാനാകാശത്തിനപ്പുറത്തെത്തുകയും ഇല്ലിയൂനിൽ അവൻ്റെ നാമം രേഖപ്പെടുത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും മണ്ണിൽ നിന്നാണ് അവനെ ഞാൻ സൃഷ്ടിച്ചത്, മണ്ണിലേക്കാണ് അവൻ മടക്കപ്പെട്ടത് എന്ന് ആ സമയത്ത് സംസാരമുണ്ടാകും. വീണ്ടും ആ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ ഫത്വആദു റൂഹുഹു, അവൻ്റെ ആത്മാവ് തിരിച്ചു കൊടുക്കും. ശരീരം നമ്മളെ കയ്യിലാണുള്ളത്, ഇത് ആത്മാവാണല്ലോ ആകാശത്ത് കൊണ്ടുപോയത്. മയ്യത്ത് നമ്മൾ കുളിപ്പിച്ച് സംസ്കരണം നടത്തി നമ്മളെന്ത് ചെയ്യും, ഖബറിൽ കൊണ്ടുപോയി വെച്ച് മൂടി വെച്ച് തസ്ബീഹ് ചൊല്ലി നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഫത്വആദു റൂഹുഹു, ആത്മാവ് മടക്കി കൊടുക്കും. ഫീ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ. ഫയഅതീഹി മലക്കാനി ഫയുജ്ലിസാനിഹി, രണ്ട് മലക്കുകൾ അവൻ്റെ അരികിൽ വരും, അവൻ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, ആ രണ്ട് മലക്കുകൾ അവനോട് ചോദിക്കും, മൻ റബ്ബുക്കി, നിൻ്റെ റബ്ബാരാണ്? ഫയഖൂൽ, അവൻ പറയും, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹുവാണ്. ഇത് കാണാതെ പഠിച്ചു പോയാൽ പറയാൻ പറ്റൂല. ആരെങ്കിലും ഖബറിൻ്റെ അരികിൽ നിന്ന് എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് തൽഖീൻ ചൊല്ലി തന്നാലും ഇത് പറയാൻ പറ്റൂല. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന മുവഹിദുകൾക്ക് മാത്രമേ ഖബറിൽ വെച്ച് നിൻ്റെ റബ്ബാരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണ് എന്ന് പറയാൻ പറ്റും. അല്ലാതെ ഏതെങ്കിലും ഒരു വലി എന്ന് പറയപ്പെടുന്നവൻ, ഒരു മടവൂരപ്പൻ, അയാളാണ് ഈ ലോകത്തിൻ്റെ നിയന്താവ് എന്ന് വിശ്വസിക്കുന്നവന് നാളെ നിൻ്റെ റബ്ബാരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് പറയാൻ പറ്റില്ല. റബ്ബിൻ്റെ സൃഷ്ടികൾ, റബ്ബിൻ്റെ സിഫത്തുകൾ സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുന്ന ആളുകൾക്ക് നാളെ നിൻ്റെ റബ്ബാരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ചോദിക്കും, മാ ദീനുക്ക, നിൻ്റെ ദീൻ ഏതാണ്? ഫയഖൂലാനി ലഹു മാ ദീനുക്ക ഫയഖൂലു ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്നവൻ പറയും. ഫയഖൂലാനി ലഹു, അവനോട് ചോദിക്കും, മാ ഹാദ റജുലുല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാ? റസൂലിനെ കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാണ്? അവർ പറയും, ഹുവ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളയാണെന്ന് പറയും. ചില റിപ്പോർട്ടുകളിൽ ഫയഖൂലാനി ലഹു വമാ ഇൽമുക, നിൻ്റെ ഇൽമ എന്താണ്? മറ്റു ചില റിപ്പോർട്ടുകൾ മാ അമലുക, നിൻ്റെ അമൽ എന്താണ്? നീ എന്താ പണിയെടുത്ത്, എന്താ പഠിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അള്ളാഹിൻ്റെ കിതാബാണ് പഠിച്ചത്, അത് ഞാൻ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ഞാൻ അമലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫയുനാദി മുനാദിൻ ഫിസ്സമ, അപ്പോൾ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അൻ സദഖ അബ്ദി, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന, അവന് സ്വർഗത്തിൽ നിന്നൊരു വിരി വിരിച്ചു കൊടുക്കുക, സ്വർഗത്തിൽ നിന്ന് ഒരു വസ്ത്രം ധരിപ്പിക്കുക. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുക. അപ്പം ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കും. ഖബറിൽ സ്വർഗത്തിലൊരു വിരി, ഒരു കാർപ്പറ്റ് വിരിച്ചു കൊടുക്കും. സ്വർഗത്തിലൊരു വസ്ത്രം, മാഷാ അല്ലാ, സ്വർഗത്തിലൊരു വിരിയുടെ നൂല് തൊട്ടാൽ പോലും ത്രസിച്ചു പോകും. ലോകത്ത് എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താലും വാങ്ങാൻ പറ്റാത്ത ഡ്രസ്സാണ് ഖബറിൽ. എന്തിനാണ് ഖബറിൽ പോകാൻ പേടിക്കുന്നത്? ഖബറിലെ സ്വർഗത്തിലെ വിരിയാണ്, സ്വർഗത്തിലെ വസ്ത്രമാണ്. മനസ്സിലായില്ലേ? സ്വർഗത്തിലേക്കൊരു വാതിൽ വന്നിട്ട് ഖബറിൽ വെച്ച് സ്വർഗം കാണാം. താൻ പോകുന്ന സ്വർഗത്തെ ഖബറിൽ വെച്ച് അള്ളാഹു കാണിച്ചു കൊടുക്കും അവിടെ എത്തുന്നതിന് മുമ്പ്. എന്നിട്ടോ ആ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുമ്പോഴേക്കും ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, അതിൻ്റെ ചൈതന്യവും അതിൻ്റെ സൗരഭ്യവും ആ ഖബറിലേക്ക് ഒഴുകിയെത്തും. വയുഫ്സഹു ലഹു ഫീ ഖബരിഹി മദ്ദ ബസ്സരിഹി, അവന് വേണ്ടി ഖബർ കണ്ണെത്തുന്ന ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കും. നമ്മൾ 6 അടി ആഴത്തിലേ ഒഴിച്ചിട്ടുള്ളൂ. അള്ളാഹു അവന് കൊടുത്തിരിക്കുന്നത് കണ്ണെത്തുന്ന ദൂരത്ത് വിശാലമായൊരു സാമ്രാജ്യമാണ് ആലമുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ. വയഅതീഹി റജുലുൻ, അവൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വരും. ഹസനുൽ വജ്ഹി, സുന്ദരമുഖമുള്ളവൻ. ഹസനു സിയാബി, നല്ല വസ്ത്രം ധരിച്ചവൻ. വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി, അവൻ്റെ അരികിലേക്ക് നല്ല സുന്ദര മുഖമുള്ള നല്ല വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ വരും. തയ്യിബുർ റീഹ്, സുഗന്ധം പരത്തുന്ന. ഫയഖൂലു, എന്നിട്ട് പറയും, അബിശ്ശിർ, നീ സന്തോഷിച്ചോളൂ. ബില്ലദീ യസുറുക ഹാദാ, നിന്നെ സന്തോഷിപ്പിക്കുന്ന ഈ കാര്യവുമായി നീ സന്തോഷിച്ചോളൂ. ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ്, ഇതാണ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. നിനക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല, ഇതാണ്
സ്വർഗത്തിലെത്തുന്നതിന് മുമ്പേ സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ. ഫയഖൂലു ലഹു, അപ്പം മരിച്ച ആൾ ചോദിക്കും, മൻ അൻത, നീ ആരാണ്? അപ്പോൾ വജുഹുക്കൽ വജുഹു യജീഉ ബിൽ ഖൈർ, നന്മയുമായി വരുന്ന ഒരുത്തൻ്റെ മുഖം പോലെ ഉണ്ടല്ലോ നിൻ്റെ മുഖം എന്നവർ പറയും. അല്ലേ, നമ്മളെ വീട്ടിൽ കല്യാണം പറയാൻ വരുന്ന ആളും മരണം പറയാൻ വരുന്ന ആളും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അയാളെ മുഖത്ത് തന്നെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇയാൾ വന്നപ്പോൾ തന്നെ മനസ്സിലായി നല്ല വർത്തമാനം പറയാനാണ് വന്നത്, സ്വർഗമുണ്ടെന്ന് പറയാനാണ് വന്നത്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ കൊടുക്കുന്ന മറുപടി ഫയഖൂൽ അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സൽക്കർമ്മമാണ്. എന്നാണ് നമ്മുടെ നിസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ജുമാകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സദഖകൾ, നമ്മൾ മാതാപിതാക്കൾക്ക് ചെയ്ത നന്മകൾ, കുട്ടികളോട് കാണിച്ച കാരുണ്യം, മുതിർന്നവരോട് കാണിച്ച ബഹുമാനം, അയൽക്കാർക്ക് ചെയ്തു കൊടുത്ത ഒത്താശകൾ, ചെറുതും വലുതുമായി എത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഖബറിലെത്തിയാൽ ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും ഒരു സമ്മേളനം പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, നമ്മൾ ചെയ്ത അമലുകൾ. അപ്പോഴാണ് ആളുകൾ ചിന്തിക്കുക, കുറച്ചും കൂടിയൊക്കെ അമല് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. അന്നേരം ആലോചിച്ചിട്ട് കാര്യമില്ല. ഇവിടുന്ന് ചെയ്യുന്ന അമല് നാളെ നമ്മുടെ കൂടെ. നാളെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ മരിച്ച് മയ്യത്ത് മറമാടിയാൽ ഉടനെ നടക്കുന്ന സംഭവമാണ്. 7 ആകാശത്ത് എഴുതി കൊണ്ടുവന്ന് 7 ആകാശത്തിനപ്പുറത്ത് ഇല്ലിയൂനിൽ പേരെഴുതി നമ്മൾ മരിക്കുന്നത് വരെ ചെയ്ത അള്ളാഹു സ്വീകരിച്ച മുഴുവൻ അമലുകളും അതീവ സുന്ദരന്മാരായി നമ്മുടെ തല മുതൽ കാല് വരെ നമ്മെ ചുറ്റിപ്പൊതിഞ്ഞു നിൽക്കും. അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സ്വാലിഹായ അമലാണ് എന്ന് പറഞ്ഞ് നമ്മെ സന്തോഷിപ്പിക്കും. അപ്പോൾ നമ്മൾ അവിടെ വെച്ചൊരു ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. എന്താണ് ആ ദുആ എന്നറിയാമോ? അന്നേരം അവൻ ഉടനെ പറയും, അള്ളാഹുവോട് ദുആ ചെയ്യാണ്. എത്രത്തോളം? ഫയഖൂൽ, അവൻ പറയും, റബ്ബി അഖ്മിസ്സാ, അള്ളാഹുവെ ലോകം പെട്ടെന്ന് അവസാനിപ്പിക്കണേ. ഹത്താ അർജിയ ഇലാ അഹ്ലി വമാലി, ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സ്വത്തിലേക്കും എത്തട്ടെ. ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നത്, സ്വർഗ്ഗമല്ല, ഇത് ഖബറാണല്ലോ. എനിക്ക് ശരിയായ സ്വർഗത്തിലേക്ക് എത്തണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാം അവസാനിപ്പിക്കണം എന്ന് അവൻ റബ്ബിനോട് ആ സമയത്ത് ചോദിക്കുമെന്നാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസി മരിച്ചാൽ അവൻ്റെ ഖബറിൽ നല്ല അനുഭവങ്ങളാണ്. അവൻ്റെ നന്മകൾ അവനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ചുറ്റുപാടുമുണ്ടാകും. അതിന് സക്കാത്ത് കൊടുക്കണം, ദീനനുസരിച്ച് ജീവിക്കണം, ദിക്റുകൾ ചൊല്ലണം, ഖുർആൻ ഓതണം, വാപ്പാനമ്മാനെ നോക്കണം, കുട്ടികൾക്ക് ദീന് പഠിപ്പിക്കണം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടി ജീവിച്ചവർ ഖബറിൽ സന്തുഷ്ടരായിരിക്കും. സന്തുഷ്ടമായി സത്യവിശ്വാസികളുടെ ശരിയായ അനുഭവങ്ങൾ നുകരാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും ഈ മഹത്തായ സന്തോഷങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ ഒരു സഹോദരൻ്റെ സുഹൃത്തിനെക്കുറിച്ച് തെങ്ങ് വീണ് പരിക്കേറ്റ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം അള്ളാഹു സ്വർഗീയമാക്കി തീർക്കട്ടെ. അതേപ്രകാരം നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ മുഴുവൻ പ്രിയപ്പെട്ടവരും രക്ഷിതാക്കളും സഹോദരങ്ങളും പണ്ഡിതന്മാരും അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പലതരത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളും ആക്സിഡൻറ്റുകളും ഒക്കെയായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും പ്രയാസമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഏറ്റവും എളുപ്പത്തിലുള്ള ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന് അതിൻ്റെ ഭരണാധികാരവും അതേപോലെ തന്നെ നമ്മെ നയിക്കാനുള്ള അവകാശവും ഈ ഉമ്മത്തിനോട് കാരുണ്യം ചൊരിയുന്നവരും മാന്യതയുള്ളവരും കാരുണ്യമുള്ളവരുമായ ആളുകളിൽ മാത്രം അള്ളാഹു നൽകുമാറാകട്ടെ. അക്രമികളും മർദ്ദകരും തെമ്മാടികളും ഫാഷിസ്റ്റുകളുമായവർക്ക് അർഹിക്കുന്ന അപമാനവും പരാജയവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على من لا نبي بعده.